നമസ്കാരം. വാർത്തോദയത്തിലേക്ക് സ്വാഗതം. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി പാർട്ടികൾ. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ 17 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. മൂന്നാം ഘട്ടം കഴിയുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാതി പിന്നിടുന്നതിനാൽ ആവേശമേറിയ പ്രചാരണത്തിലേർപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലേക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമായി 116 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തെ കൂടാതെ ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും ഒറ്റഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഉത്തർപ്രദേശ് 10, അസം 4, ബംഗാൾ, ബീഹാർ 5, ഛത്തീസ്ഗഡ് 7, കർണാടക, മഹാരാഷ്ട്ര 14, ഒഡീഷ 6 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം. അക്രമ സംഭവങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പും മൂന്നാം ഘട്ടത്തിനൊപ്പം നടക്കും. 17 സംസ്ഥാനങ്ങളിലെ 302 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പാണ് മൂന്നാം ഘട്ടത്തോടെ പൂർത്തിയാവുക. കൈരളി ന്യൂസ്, ദില്ലി. നാളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. പ്രചാരണത്തിന്റെ അന്ത്യനിമിഷം വരെ പരമാവധി വോട്ട് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണികളുടെ പ്രചാരണം. കേരളത്തിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ അവസാനഘട്ട കൂട്ടിക്കിഴിക്കലിലാണ് മുന്നണികൾ. പരമാവധി സീറ്റുകൾ നേടുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു ലക്ഷ്യവും മുന്നണികൾക്കില്ല. ചുട്ടുപൊള്ളുന്ന നാളുകളിൽ നടത്തിയ പ്രചരണം പോളിംഗ് ബൂത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ എല്ലാ വിയർപ്പും അവസാന നിമിഷം വരെ ഒഴുക്കാൻ തയ്യാറായാണ് മുന്നണികളുടെ പ്രവർത്തനം. നാളെ കൊട്ടിക്കലാശത്തോടെ വോട്ടുറപ്പിക്കാൻ വീടുകൾ തോറും കയറി പ്രചരണത്തിനായി ഇത്തവണ മുന്നണികൾ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ബന്ധം ആരോപിച്ച് BJP നേതാക്കൾ തന്നെ രംഗത്തു വന്നത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് കനത്ത തിരിച്ചടിയാണ് അവസാനഘട്ടത്തിൽ ഉണ്ടാക്കിയത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നാളിതുവരെയില്ലാത്ത ആത്മവിശ്വാസത്തിൽ LDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പ്രചരണത്തിൽ മുൻപോട്ടു പോകുമ്പോൾ UDF കേന്ദ്രത്തിൽ അർത്ഥഗർഭമായ മൗനമുണ്ടായത് പ്രവർത്തകരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കാര്യമായ പ്രയോജനം മറ്റു മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് UDFിനുള്ളത്. അങ്കച്ചൂടിന് അവസാനം കുറിച്ച് 23-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ പിന്നെ ഫലം പുറത്തുവരുന്നതുവരെ കണക്കുകൂട്ടലുകളിലാകും മുന്നണികളും സ്ഥാനാർത്ഥികളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട്. കൂട്ടിച്ചേർക്കൽ നടത്തി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ 15 വോട്ടർമാരുടെ രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് BJP നേതാവിന്റെ പേര്. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നടത്തിയ തിരിമറിയാണ് ഇതിന് പിന്നിലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും LDF നേതാക്കൾ പറഞ്ഞു. തിരുവനന്തപുരത്തെ നേമം നിയമസഭാ മണ്ഡലത്തിലെ 110, 128 നമ്പർ ബൂത്തുകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബൂത്തുകളിൽ വോട്ടർ പട്ടിക കൂട്ടിച്ചേർക്കൽ നടത്തി പ്രസിദ്ധീകരിച്ചപ്പോഴാണ് വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത്. 110-ാം ബൂത്തിൽ 15ഓളം പേരുടെ രക്ഷകർത്താക്കളുടെ പേരിന്റെ സ്ഥാനത്ത് പ്രദേശത്തെ BJP നേതാവായ 35 വയസ്സുകാരൻ മനോജ് എന്നയാളുടെ പേരാണ്. എന്നാൽ ഇവരാരും തന്നെ മണ്ഡലത്തിൽ താമസിക്കുന്നവരോ ഒരേ അഡ്രസ്സിലുള്ളവരോ അല്ല. വോട്ടർ പട്ടിക പരിശോധനയിൽ ബൂത്ത് ലെവൽ ഓഫീസർ നൽകിയ റിപ്പോർട്ടാണിത്. ഇതിൽ മനോജ് എന്ന പേര് രക്ഷകർത്താവായി പറഞ്ഞിരിക്കുന്നവരെല്ലാം സ്ഥലവാസികളല്ല എന്നതാണ് റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ട് മറികടന്നാണ് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇവരുടെ പേര് പട്ടികയിൽ ഇടം നേടിയത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് BJP നടത്തിയ ഇടപെടലിന്റെ ഭാഗമാണിതെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M. വിജയകുമാറും സെക്രട്ടറി GR അനിലും പറഞ്ഞു. അത് വലിയ ഒരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. BLO അറിയാതെ, BLO ശുപാർശ ചെയ്യാതെ ഒരു വോട്ടും ചേർക്കാൻ പാടില്ലല്ലോ. ഇത് BLO പോലും അറിയാതെ ഇങ്ങനെ വോട്ട് ചേർത്തതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അറിയിക്കാനുള്ളത്. മനോജ് എന്ന BJP നേതാവുമായി ഒരു ബന്ധവുമില്ലാത്തവരുടെ രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് ഇയാൾ വന്നത് ദുരൂഹമാണ്. ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും LDF നേതാക്കൾ പറഞ്ഞു. BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിനു പിന്നിൽ. വോട്ടർമാർ ഇത് തിരിച്ചറിയണമെന്നും ഇവർ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിൽ ചികിത്സയ്ക്ക് എത്തിച്ച നവജാത ശിശുവിനെ വർഗീയമായി അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ RSS പ്രവർത്തകനെ റിമാൻഡ് ചെയ്തു. എറണാകുളം കടവൂർ സ്വദേശി ബിനിൽ സോമസുന്ദരത്തെയാണ് കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് ഒളിവിൽ കഴിയവേ കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 16-ാം തീയതി കാസർഗോഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്തു നിന്നും കൊച്ചിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരുന്നതിനിടെയാണ് ബിനിൽ സോമസുന്ദരം കുഞ്ഞിനെ വർഗീയമായി അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ പോസ്റ്റ് ചർച്ചയായതോടെ അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന പരാതിയുമായി DGPയെ സമീപിക്കുകയായിരുന്നു.
നെടുങ്കണ്ടത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ DGPയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ബിനിൽ സോമസുന്ദരത്തെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റി. ജിഹാദികളുടെ വിത്ത് എന്നായിരുന്നു കേവലം 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇയാൾ അധിക്ഷേപിച്ചത്. ഹിന്ദു രാഷ്ട്ര സേവകൻ എന്നാണ് ഇയാൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പിന്തുണയുമായി സമാന സംഘടനയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പോസ്റ്റിന് കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ മതസ്പർദ്ധയുണ്ടാക്കിയതിനാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായിരുന്നു എന്നാണ് ബിനിൽ സോമസുന്ദരം ഇതിന് നൽകിയ വിശദീകരണം. കൈരളി ന്യൂസ്, കൊച്ചി. കോൺഗ്രസ് നേതാവ് MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് പോലീസ് റിപ്പോർട്ട്. ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. DGPക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ നിയമോപദേശം തേടി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്നാണ് DGP നിയമോപദേശം തേടിയത്. കോഴിക്കോട് ACP വാഹിദിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ ഒളിക്യാമറ ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. അതുകൊണ്ട് MK രാഘവനെതിരെ കേസെടുത്ത് അന്വേഷിക്കണം. ശബ്ദം എഡിറ്റ് ചെയ്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദ പരിശോധന ആവശ്യമാണ്. കണ്ണൂർ റേഞ്ച് IG MR അജിത് കുമാറാണ് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. TV9 ഭാരത് വർഷ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ CPIM ആണെന്ന രാഘവന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. കേസെടുക്കുന്നത് സംബന്ധിച്ച് DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്ന് നിയമോപദേശം തേടി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകും. MK രാഘവന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ട TV9 ഭാരത് വർഷ ചാനൽ സംഘത്തിന്റെ മൊഴി അന്വേഷണ സംഘം ഡൽഹിയിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. ചാനൽ പുറത്തുവിട്ട വാർത്തയുടെ ഒറിജിനൽ ഫുട്ടേജും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് വ്യവസായ സംരംഭത്തിനായി 15 ഏക്കർ ഭൂമി ആവശ്യപ്പെട്ടാണ് ചാനൽ സംഘം രാഘവനെ സമീപിച്ചത്. കമ്മീഷനായി 5 കോടി രൂപ നൽകാമെന്നും ഇവർ പറഞ്ഞു. സംഭാഷണവും ദൃശ്യങ്ങളും ഒളിക്യാമറയിൽ പകർത്തിയ സംഘം വാർത്ത പുറത്തുവിട്ടതോടെയാണ് MK രാഘവൻ വെട്ടിലായത്. AK ലതീഷ്, കോഴിക്കോട്. കോഴിക്കോട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി രാംദാസ് അഠാവലെ എത്തി. NDA സ്ഥാനാർത്ഥി നിലനിൽക്കെയാണ് കേന്ദ്രമന്ത്രി സ്വതന്ത്രയ്ക്ക് വോട്ട് ചോദിച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. കേന്ദ്രത്തിൽ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്തരമൊരു ചുവടുമാറ്റം കേരളത്തിൽ നടത്തിയതും കേന്ദ്രമന്ത്രിയുടെ വരവും താൻ അറിഞ്ഞില്ലെന്നാണ് PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. കോഴിക്കോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയുമായ MK ഹംസയുടെ ഭാര്യയായ നുസ്രത് ജഹാനെ പിന്തുണച്ചാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്തേവാല കോഴിക്കോട് എത്തിയത്. നിലവിൽ കോഴിക്കോട് NDAക്ക് സ്ഥാനാർത്ഥിയുണ്ടെന്നിരിക്കെയാണ് NDA സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്തതെന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. തന്റെ കഴിവ് കണ്ട് MP ആയാൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്ന് കണ്ടായിരിക്കാം റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെ പിന്തുണയ്ക്കുന്നതെന്ന് നുസ്രത് ജഹാൻ മറുപടി പറഞ്ഞു. അതേസമയം BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള തനിക്ക് കേന്ദ്രമന്ത്രിയുടെ വരവിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നായിരുന്നു പ്രതികരിച്ചത്. എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതും അറിയില്ല, അദ്ദേഹം വന്നതും അറിയില്ല, ആർക്കാണ് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. കേരളത്തിലെ NDAയിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി അതെന്ന് എനിക്കറിയില്ല. RP അങ്ങനെ അവർ കേരളത്തിൽ ഘടകകക്ഷിയല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തന്റെ വോട്ട് P രാജീവിനാണെന്ന് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ NS മാധവൻ. എറണാകുളത്തിന്റെ വികസനത്തിൽ രാജീവ് നിശബ്ദ പങ്കാളിയായിരുന്നുവെന്നും NS മാധവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലെത്തിയാണ് രാജീവ് പിന്തുണ തേടിയത്. നിറഞ്ഞ ചിരിയോടെയാണ് വീടിന്റെ വാതിൽ തുറന്ന് NS മാധവൻ രാജീവിനെ സ്വീകരിച്ചത്. ദീർഘമായ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ NS മാധവൻ വിശേഷങ്ങൾ രാജീവുമായി പങ്കുവച്ചു. തന്റെ വോട്ട് എറണാകുളത്തിന് വികസനം കൊണ്ടുവന്ന രാജീവിനാണെന്ന് NS മാധവൻ അറിയിച്ചു. മികച്ച രാജ്യസഭാംഗം എന്ന് രാജീവിനെ തനിക്ക് മുൻപ് അംഗീകരിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ രാജീവ് ലോക്സഭയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നതിന് വളരെ മുമ്പ് തന്നെ പറഞ്ഞ ആളാണ് അരുൺ ജെയ്റ്റ്ലി. തീർച്ചയായിട്ടും അദ്ദേഹം ലോക്സഭയിൽ ഉണ്ടാകണം. എന്റെ വോട്ട് അദ്ദേഹത്തിനാണ്. മലയാളത്തിന്റെ പ്രിയ കഥാകാരനെ നേരിൽ കാണാനും പിന്തുണ അഭ്യർത്ഥിക്കാനും വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് P രാജീവ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. നല്ലൊരു വായനക്കാരൻ കൂടിയായ രാജീവ് ഏറെ വിശേഷങ്ങൾ NS മാധവനുമായി ചർച്ച ചെയ്താണ് മടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി. വോട്ട് മറിക്കൽ ആരോപണ വിവാദത്തിൽ കൊല്ലത്തെ BJPയിൽ പ്രതിസന്ധി രൂക്ഷം. വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഭൂരിഭാഗം നേതാക്കളും ബഹിഷ്കരിച്ചു. അതേസമയം വോട്ട് കച്ചവടത്തിൽ പ്രതിരോധത്തിലായ BJPയും UDFും ഉന്നയിച്ച വിശദീകരണത്തിനും സാമ്യം. BJPയുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ക്ഷണമുണ്ടായിരുന്നു.
എന്നാൽ കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബു ഒഴികെയുള്ള എല്ലാവരും പ്രധാനമന്ത്രിയുടെ യോഗത്തിനെത്തി. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP വോട്ട് മറിക്കുകയാണ് എന്ന ആക്ഷേപം സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് KV സാബു പ്രധാനമന്ത്രിയുടെ പൊതുയോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നത്. ഇരവൂരം മണ്ഡലത്തിലെ പര്യടനത്തിന്റെ പേര് പറഞ്ഞാണ് BJP സ്ഥാനാർത്ഥി KV സാബു വിട്ടുനിന്നത്. എന്നാൽ മണ്ഡല പര്യടനം വെട്ടിച്ചുരുക്കി ശോഭാ സുരേന്ദ്രനും കുമ്മനവും പ്രധാനമന്ത്രിയുടെ യോഗത്തിനെത്തി. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ അറിയിച്ച ശേഷമാണ് വിട്ടുനിന്നതെന്നാണ് സാബു നൽകുന്ന വിശദീകരണം. കൊല്ലത്ത് BJP UDFന് വേണ്ടി വോട്ട് വിൽക്കാൻ പോകുന്നു എന്ന ആക്ഷേപം BJPയിൽ തന്നെ സജീവമായ പശ്ചാത്തലത്തിലാണ് വിട്ടുനിൽക്കലെന്നതും ശ്രദ്ധേയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രചാരണം സമാപിക്കാൻ 2 നാൾ മാത്രം ബാക്കി നിൽക്കെ വാക്കും സാന്നിധ്യവും കൊണ്ട് LDF പ്രവർത്തകർക്ക് അത്യാവശ്യം പകർന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ജനനായകന്റെ പ്രചാരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം വട്ടമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പദവിക്ക് നിരക്കാത്ത വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണ് LDF സർക്കാരിനെതിരെ നരേന്ദ്രമോദി ഉന്നയിച്ചതെന്നും ഇതൊന്നും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ശേഷം 2ാം വട്ടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് മണ്ഡലത്തിലെത്തുന്നത്. പ്രചാരണത്തിന് തുടക്കം കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിലായിരുന്നു. ആവേശപൂർവ്വം ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയെ പഴയങ്ങാടിയിൽ വരവേറ്റത്. തുടർന്ന് പയ്യന്നൂരിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത 2ാമത്തെ റാലി. വൻ ജനാവലിയുടെ സാന്നിധ്യം ഇവിടെയും ശ്രദ്ധേയമായി. സമീപകാലത്തൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ കാണാത്ത ജനക്കൂട്ടമാണ് കാസർകോട്ട് ദൃശ്യമായത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വലിയ പങ്കാളിത്തം. യോഗങ്ങളിൽ സാമാന്യം ദീർഘമായി തന്നെ പ്രസംഗിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായി കേന്ദ്രീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ LDF സർക്കാരിനെതിരെയുള്ള വസ്തുതകൾക്ക് നിരക്കാത്ത ആരോപണങ്ങൾക്ക് മറുപടി നൽകാനാണ്. പ്രളയം, ശബരിമല, അഴിമതി എന്നിവ സംബന്ധിച്ച് നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രളയക്കെടുതിയിൽ തകർന്ന കേരളത്തെ സഹായിക്കുന്നതിനു പകരം ദ്രോഹിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും ഇത് അദ്ദേഹത്തിന്റെ സാഡിസ്റ്റ് മനോഭാവമാണ് പ്രകടമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തില് ദൈവത്തിന്റെ പേരുച്ചരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയാണ്, കള്ളക്കേസിൽ കൊടുക്കുകയാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നിടത്തെത്തിച്ചു. പക്ഷെ പ്രധാനമന്ത്രി പറയുമ്പോൾ ഇത് വസ്തുതകൾ പറയണം. കേരള സംസ്ഥാനത്ത് ദൈവത്തിന്റെ പേരുച്ചരിച്ചതിന് ഏതെങ്കിലും ആളെ കേസിൽപ്പെടുത്തിയിട്ടുണ്ടോ, അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നേരത്തെ തന്നെ കേരളത്തിന് പുറത്തു വെച്ച് ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് പച്ച നുണയാണ് എന്ന് ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് സാധാരണ നിരക്ക് പറയാത്ത രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഒരു കള്ളപ്രചാരണവും കേരളത്തിൽ വിലപ്പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിച്ചു. വർഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിനെയും പിണറായി വിജയൻ ശക്തമായി വിമർശിച്ചു. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, P. കരുണാകരൻ MP, മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV. രാജേഷ് MLA, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരും വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്. വാശിയേറിയ മത്സരം നടക്കുന്ന ഇടുക്കിയിൽ മികച്ച പ്രതീക്ഷയിലാണ് ഇടതുവലത് മുന്നണികൾ. ഇടതു സ്ഥാനാർത്ഥി പൊതുപര്യടനം പൂർത്തിയാക്കി പ്രധാന വ്യക്തികളെ സന്ദർശിക്കുമ്പോൾ അവസാനവട്ട പൊതുപര്യടനത്തിലാണ് UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ ആയിരുന്നതിനാൽ പ്രചാരണത്തിന് കൂടുതൽ സമയം ലഭിച്ചു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയോടെ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്. അതിനാൽ തന്നെ പൊതുപര്യടനം 17ാം തീയതി പൂർത്തിയാക്കി പ്രധാന വ്യക്തികളെ കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. വികസനം മുൻനിർത്തി വോട്ട് ചോദിക്കുന്ന ജോയ്സിനെ കുപ്രചാരണങ്ങൾ കൊണ്ടും വ്യക്തിഹത്യ നടത്തിയുമാണ് വലതുപക്ഷം എതിരിടുന്നത്. വ്യക്തിഹത്യ, കോടതി വ്യവഹാരങ്ങൾ, അത് വെച്ചിട്ട് വല്ലാതെ സമൂഹത്തിൽ മോശമാക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നെ ഇടുക്കിക്കാർക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ അവരുടെ മുമ്പിലാണ് MP എന്ന നിലയിൽ ഒരാക്ഷേപം ആരും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ വീണ്ടും ഒരു വ്യക്തിഹത്യാ വേദിയാക്കി മാറ്റി എന്നെ മാത്രമോ എന്റെ കുടുംബാംഗങ്ങൾ, എന്റെ വീട്ടുകാർ എല്ലാവരെയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം, ഇതൊക്കെ ഒരു നമ്മുടേതുപോലുള്ള ഒരു മച്ചുവേഡ് ജനാധിപത്യത്തെ സംവിധാനത്തിൽ പോഷണമല്ലല്ലോ. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുറക്കലിന്റെ പേരിൽ വ്യാജ പോസ്റ്റിട്ട കേസിൽ മുൻ ഇടുക്കി MP PT തോമസിന്റെ ബന്ധു ഉൾപ്പെടെ 2 കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. അതിനിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിരുന്നതിനാൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനും NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനും പൊതുപര്യടനം പൂർത്തിയാക്കാനായിട്ടില്ല. ഡീൻ ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലത്തിലും ബിജു കൃഷ്ണൻ ദേവികുളം മണ്ഡലത്തിലുമാണ് പര്യടനം നടത്തുന്നത്. പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. AM ആരിഫിന്റെ തെരഞ്ഞെടുത്ത നിയമസഭാ പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും എന്ന പുസ്തകം കൊച്ചിയിൽ നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. മമ്മൂട്ടി എഴുത്തുകാരൻ പ്രൊഫസർ MK സാനുവിന് ആദ്യ പ്രതി കൈമാറി.
കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വസതിയിൽ വെച്ചായിരുന്നു ചടങ്ങ്. നിയമസഭാംഗം എം ആരിഫ് രചിച്ച പുസ്തകത്തിന്റെ അവതാരകൻ കൂടിയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ. മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചാണ് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങുകൾ നടന്നത്. പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ MK സാനു പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എം ആരിഫിന്റെ വാക്കുകൾ താൻ ശ്രദ്ധിക്കാറുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു. നിയമസഭാ പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും ഒക്കെയാണ്. അതിന് സരസനാണ്. ഈ പട്ടിയുടെ കഥയൊക്കെ പറഞ്ഞപ്പോൾ സരസനാണ്. ആളുകൾക്ക് രസകരമായി വായിച്ചു പോകുന്ന ഒരു പുസ്തകമാണ്. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ആരിഫ് താരവുമായി പങ്കുവച്ചു. തന്റെ ഗുരുനാഥനെ തന്നെ ആദ്യ പ്രതി കൈമാറാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പ്രചാരണാർത്ഥം പാട്ടുവണ്ടി എത്തി. P. ജയരാജന്റെ വിജയത്തിനായി തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിലെ കലാസംഘമാണ് പാട്ടുവണ്ടിയുമായി എത്തിയത്. മലയാളത്തിലെ പാടിപ്പതിഞ്ഞ വിപ്ലവ ഗാനങ്ങളും നാടൻ പാട്ടുകളും പുത്തൻ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുമാണ് പാട്ടുവണ്ടിയുടെ ആകർഷണം. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പ്രചാരണാർത്ഥമാണ് പാട്ടുവണ്ടി എത്തിയത്. പഴയകാല ചായക്കടയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ വേദിയാണ് പാട്ടുവണ്ടിയായി സഞ്ചരിക്കുന്നത്. P. ജയരാജന്റെ വിജയത്തിനായി തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിലെ കലാസംഘമാണ് പാട്ടുവണ്ടി അവതരിപ്പിക്കുന്നത്. ക്രൈസ്റ്റ് കോളേജ് സഹാക്കൾ ഒരുക്കിയ ഒരു മ്യൂസിക്കൽ റോഡ് ഷോ പാട്ടുവണ്ടിയാണ്. ഇപ്പം മൂന്ന് ദിവസത്തെ ഒരു പര്യടനം തന്നെയാണ്. നമ്മുടെ ജയരാജേട്ടനെ വിജയിപ്പിക്കാനുള്ള ഒരു പര്യടനത്തിലാണ് നമ്മൾ. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കി പാട്ടുകാർ കൈരളിലൂടെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗായകർ തന്നെ, ഒരു ഇടലം പാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ഉള്ളത്. ബിനോയ് കോടിയേരിയുടെ നേതൃത്വത്തിലാണ് പാട്ടുവണ്ടിയുടെ സഞ്ചാരം. സീന രമേശ് ഉൾപ്പെടെ നിരവധി ഗായകരാണ് പാട്ടുവണ്ടിയിലൂടെ ഗാനമാലപിക്കുന്നത്. വടകര മേഖലയിൽ 2 ദിവസങ്ങളിലായി പാട്ടുവണ്ടി സജീവമാണ്. P. ജയരാജന്റെ വിജയത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്ത് മേഘമാധവൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലൂസിഫറിനും മധുരരാജയ്ക്കുമൊപ്പം വടകരയിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജനും തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടി. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കരുടെ ശബ്ദത്തിൽ പുറത്തിറങ്ങിയ P. ജയരാജന്റെ ട്രെയിലറാണ് കാണികളെ ആവേശത്തിലാഴ്ത്തുന്നത്. ഒരു തിരുവോണ നാളിൽ ഇല്ലാതാക്കാൻ നോക്കിയതാണ് അവർ. തോറ്റുപോയിട്ടില്ല ഇതുവരെ. ചലച്ചിത്ര പ്രേമികളിൽ ആവേശം വിതച്ചു മുന്നേറുന്ന സൂപ്പർ താര ചിത്രങ്ങൾക്കൊപ്പം രാഷ്ട്രീയ ആവേശത്തിന്റെ അലയൊലികൾ ഉണർത്തിയെത്തിയ വടകരയുടെ ജനകീയ താരം P. ജയരാജന്റെ തിയേറ്റർ ട്രെയിലറിന് പ്രേക്ഷകരുടെ നിറഞ്ഞ കയ്യടി. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നിർമ്മിച്ച 40 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് വടകരയിലെ തിയേറ്ററുകളിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും പകരുന്നത്. വർഗീയവാദികളും കപട ജനാധിപത്യവാദികളും ഒരേ വഴിയിലാണ്. അപ്പോൾ ജയരാജൻ ഒരു കവചമാണ്. നമ്മളൊന്ന് എന്ന തീരുമാനത്തിന്റെ കവചം. വടകര ഇനി വികസനത്തിന്റെ വൻകര. കാറ്റ് ഇടത്തോട്ട്. സംഘടിതമായ അസത്യവർഷങ്ങളെ ചെറുത്തുതോൽപ്പിച്ച സമരസജ്ജ ജീവിതത്തിന്റെ മനുഷ്യപക്ഷ മുന്നേറ്റങ്ങളെ വീഡിയോ ഹ്രസ്വമായി അടയാളപ്പെടുത്തുന്നു. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ രഞ്ജി പണിക്കരാണ് വീഡിയോക്ക് ശബ്ദം പകർന്നത്. വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച പ്രചാരണ വീഡിയോ സംവിധായകൻ ആഷിഖ് അബു റിലീസ് ചെയ്തു. PV കുട്ടൻ, കോഴിക്കോട്. അപ്പോൾ ജയരാജൻ ഒരു കവചമാണ്. നമ്മളൊന്ന് എന്ന തീരുമാനത്തിന്റെ കവചം. വടകര ഇനി വികസനത്തിന്റെ വൻകര. കാറ്റ് ഇടത്തോട്ട്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടൽ സംബന്ധിച്ച് തന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ട്രംപ് ശ്രമിച്ചതായി സ്പെഷ്യൽ കോൺസൽ റോബർട്ട് മുള്ളറുടെ റിപ്പോർട്ട്. പ്രസിഡന്റ് പദവിയിലിരുന്ന ട്രംപ് നീതി നിർവഹണം തടസ്സപ്പെടുത്തിയോ എന്ന ഗൌരവമേറിയ ചർച്ചയ്ക്കും ഇത് വഴി തുറന്നു. വടക്കൻ അയർലൻഡിലെ ലണ്ടൻഡറി നഗരത്തിൽ കലാപത്തിനിടെ വെടിയേറ്റ മാധ്യമപ്രവർത്തക ലൈറ മെക്കി കൊല്ലപ്പെട്ടു. തീവ്ര ദേശീയവാദികളുടെ ശക്തി കേന്ദ്രമായ ക്രിഗനിൽ കലാപകാരികളും പോലീസും തമ്മിലുള്ള സംഘർഷത്തിനിടെയാണ് വെടിയേറ്റത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണം കൊലപാതകമെന്ന് ഡൽഹി പോലീസ്. അസ്വാഭാവിക മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അടുത്ത ബുള്ളറ്റിൻ 9 മണിക്ക്. നമസ്കാരം.